സുപ്രഭാതം. ദിർഠയിലേക്ക് സ്വാഗതം. ഇറാനും ഒമാനും തമ്മിലുള്ള ക്രിയാത്മകമായ ചർച്ചകൾക്ക് ശേഷം ഹോർമുസ് കടലിടുക്കിലുണ്ടായ പുതിയ സംഭവവികാസങ്ങളും സ്യൂട്ടയിലെ കുടിയേറ്റ പ്രതിസന്ധിയോട് അന്താരാഷ്ട്ര സമൂഹം നൽകുന്ന വർദ്ധിച്ചുവരുന്ന പ്രതികരണങ്ങളും ഇന്ന് നമ്മൾ പരിശോധിക്കുന്നു. യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ഏറ്റവും പുതിയ വാർത്തകളോടെ നമുക്ക് തുടങ്ങാം. സ്യൂട്ട അതിർത്തിയിലുണ്ടായ അഭയാർത്ഥി പ്രവാഹത്തോട് സ്പെയിൻ സ്വീകരിച്ച വേഗത്തിലുള്ള നടപടികളെ യൂറോപ്യൻ യൂണിയൻ ഔദ്യോഗികമായി അഭിനന്ദിച്ചു. സ്പാനിഷ് അധീനതയിലുള്ള ഈ പ്രദേശത്ത് ആയിരക്കണക്കിന് ആളുകൾ അതിക്രമിച്ച് കടന്നതിനെ തുടർന്നുണ്ടായ രൂക്ഷമായ സംഘർഷാവസ്ഥയ്ക്ക് ശേഷമാണ് യൂറോപ്യൻ യൂണിയന്റെ ഈ നയതന്ത്ര പിന്തുണ. ബിബിസിയും അൽ ജസീറയും റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം കഴിഞ്ഞ ആഴ്ച അനധികൃതമായി നഗരത്തിലേക്ക് കടന്ന 72,000 പേരിൽ ഏകദേശം 70,000 പേരെയും മൊറോക്കോയിലേക്ക് തിരിച്ചേക്കാൻ സ്പാനിഷ് അധികൃതർക്ക് സാധിച്ചു. ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ നടന്ന ഈ വൻതോതിലുള്ള കുടിയേറ്റം അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വലിയ സമ്മർദ്ദമുണ്ടാക്കുകയും സ്പാനിഷ് സുരക്ഷാ സേനയെ അടിയന്തരമായി വിന്യസിക്കാൻ നിർബന്ധിതരാക്കുകയും ചെയ്തിരുന്നു. അതിർത്തിയുടെ സുരക്ഷ ഉറപ്പാക്കുമ്പോൾ തന്നെ തിരിച്ചേക്കൽ നടപടികളിൽ അന്താരാഷ്ട്ര മാനുഷിക മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം യൂറോപ്യൻ ഉദ്യോഗസ്ഥർ ഊന്നിപ്പറഞ്ഞു. സ്യൂട്ടയിലെ സ്ഥിതിഗതികൾ ഇപ്പോൾ നിയന്ത്രണവിധേയമാണെങ്കിലും കുടിയേറ്റ മാനേജ്മെന്റിനെക്കുറിച്ചും വടക്കേ ആഫ്രിക്കൻ രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധത്തെക്കുറിച്ചും യൂറോപ്യൻ യൂണിയനിൽ പുതിയ ചർച്ചകൾക്ക് ഈ സംഭവം വഴിവെച്ചിട്ടുണ്ട്. അതിർത്തി സുരക്ഷ ഉറപ്പാക്കുന്നതിനും കുടിയേറ്റത്തിന് കാരണമായ സാഹചര്യങ്ങൾ പരിഹരിക്കുന്നതിനുമായി സ്പെയിൻ മൊറോക്കൻ അധികൃതരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. നിലവിലെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നതിനായി വിവിധ ഏജൻസികൾ പ്രദേശത്ത് തുടരുന്നുണ്ടെന്ന് ജെററ്റ് റിപ്പോർട്ട് ചെയ്തു. ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷയും നാവിഗേഷനെയും സംബന്ധിച്ച് ടെഹ്റാനും മസ്കറ്റും തമ്മിൽ നടന്ന നയതന്ത്ര ചർച്ചകൾ വളരെ പോസിറ്റീവാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഖലീജ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്രപാതകളിലൊന്നായ ഹോർമുസ് കടലിടുക്കിൽ സ്ഥിരത ഉറപ്പാക്കുന്നതിനായുള്ള വിപുലമായ പ്രാദേശിക ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ ചർച്ചകളെന്ന് മന്ത്രാലയ വക്താവ് ഊന്നിപ്പറഞ്ഞു. ആഗോള ഊർജ്ജ വിതരണ ശൃംഖലയിലെ നിർണായക കേന്ദ്രമായ ഹോർമുസ് കടലിടുക്ക് സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനും സമുദ്ര സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ഇരുരാജ്യങ്ങളുടെയും നയതന്ത്ര നീക്കങ്ങളിൽ പ്രധാന പങ്കുവഹിക്കുന്നു. തിരക്കേറിയ ഈ ജലപാതയിൽ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ തുറന്ന ആശയവിനിമയം അനിവാര്യമാണെന്നും ഒമാനുമൊത്തുള്ള ഈ ചർച്ചകൾ ആ പ്രതിബദ്ധതയാണ് വ്യക്തമാക്കുന്നതെന്നും ഇറാനിയൻ ഉദ്യോഗസ്ഥൻ ചൂണ്ടിക്കാട്ടി. കരാറുകളുടെ വിശദാംശങ്ങൾ പരിശോധിച്ചുവരികയാണെങ്കിലും സാങ്കേതിക ഏകോപനത്തിലും അന്താരാഷ്ട്ര കപ്പൽ പാതകളുടെ സംരക്ഷണത്തിലുമാണ് ചർച്ചകൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചതെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇറാനും ഗൾഫ് അയൽരാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും മേഖലയിലെ സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിനുമുള്ള നയതന്ത്ര നീക്കങ്ങളുടെ തുടർച്ചയാണിത്. സമുദ്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിലും പേർഷ്യൻ ഗൾഫ് മേഖലയിൽ വാണിജ്യ കപ്പലുകളുടെ സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്നതിലും ഒമാൻ ഒരു മധ്യസ്ഥൻ എന്ന നിലയിൽ വഹിക്കുന്ന തന്ത്രപരമായ പങ്ക് ഈ ചർച്ചകളുടെ പോസിറ്റീവ് സ്വഭാവം എടുത്തുകാണിക്കുന്നുവെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു. ടെഹ്റാന് വേണ്ടി കുവൈത്തിൽ സോഷ്യൽ മീഡിയ പരസ്യങ്ങൾക്കായി കുട്ടികളെ ഉപയോഗിച്ചതിനെ തുടർന്ന് അമ്മയുടെ കസ്റ്റഡി റദ്ദാക്കി കോടതി ഉത്തരവ്. 2 കുട്ടികളുടെയും സംരക്ഷണം പിതാവിന് കൈമാറാനാണ് അപ്പീൽ കോടതിയുടെ നിർദ്ദേശം. ജഡ്ജി ഡോ. ഖാലിദ് അൽമന്ദിയിൽ അധ്യക്ഷനായ ബെഞ്ചാണ് ഈ സുപ്രധാന വിധി പുറപ്പെടുവിച്ചത്. പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ വാണിജ്യ ആവശ്യങ്ങൾക്കായി സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്നത് അവരുടെ സ്വകാര്യതയെ ബാധിക്കുന്നതും കുട്ടികളുടെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധവുമാണെന്ന് കോടതി നിരീക്ഷിച്ചു. ഡിജിറ്റൽ കാലത്ത് കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ കുവൈത്ത് കോടതികൾ നൽകുന്ന കർശനമായ മുന്നറിയിപ്പാണ് ഈ വിധി. കുട്ടികളെ ചൂഷണത്തിൽ നിന്ന് സംരക്ഷിക്കാൻ രക്ഷിതാക്കൾക്ക് ബാധ്യതയുണ്ടെന്നും ഡിജിറ്റൽ സ്വാധീനമോ പൊതുപ്രദർശനമോ ഇതിന് തടസ്സമാകരുതെന്നും കോടതി വ്യക്തമാക്കി. നേരത്തെ അമ്മയുടെ കസ്റ്റഡിയിലായിരുന്ന കുട്ടികളെ വാണിജ്യപരമായ ചൂഷണം തെളിഞ്ഞതിനെ തുടർന്നാണ് പിതാവിന് വിട്ടുനൽകാൻ കോടതി ഉത്തരവിട്ടത്. സോഷ്യൽ മീഡിയയിലെ ഇടപെടലുകളും മാതാപിതാക്കളുടെ ഉത്തരവാദിത്തങ്ങളും തമ്മിലുള്ള വിഷയങ്ങളിൽ കുവൈത്ത് കോടതികൾ സ്വീകരിക്കുന്ന നിലപാടിന്റെ വ്യക്തമായ സൂചനയാണിത്. ഈ ഹൈപ്രൊഫൈൽ കേസിൽ പിതാവിന് പൂർണ്ണ കസ്റ്റഡി ലഭിച്ചതോടെ കുട്ടികളുടെ നിയമപരമായ അവസ്ഥയിൽ വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ദൃഢമായി തുടരുക. ഗാസ സിറ്റിയിൽ 2023 ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട 112 ഫലസ്തീനികളുടെ മൃതദേഹങ്ങൾ കൂട്ടത്തോടെ സംസ്കരിച്ചു. 2 വലിയ കുടുംബങ്ങളിൽപ്പെട്ടവരുടേതാണ് ഈ മൃതദേഹങ്ങൾ. തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് അടുത്തിടെയാണ് ഇവ കണ്ടെടുത്തത്. ഗാസയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായും തകർന്നത് രക്ഷാപ്രവർത്തനത്തെയും കാണാതായവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങളെയും വലിയ തോതിൽ ബാധിക്കുന്നുണ്ടെന്ന് ഈ സംഭവം വ്യക്തമാക്കുന്നു. ബിബിസിയും അൽ ജസീറയും റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ബന്ധുക്കൾക്ക് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ അടക്കം ചെയ്യാൻ സാധിച്ചത്. ഗാസ സിറ്റിയിലെ പലയിടങ്ങളിലും അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ ആവശ്യമായ യന്ത്രസാമഗ്രികൾ എത്തിക്കാൻ കഴിയാത്തത് സ്ഥിതി കൂടുതൽ വഷളാക്കുന്നു.
ആവശ്യമായ ഉപകരണങ്ങളുടെ അഭാവവും സുരക്ഷാ ഭീഷണികളും രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നതായി അന്താരാഷ്ട്ര നിരീക്ഷകർ പലതവണ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇനിയും കണ്ടെത്താനാകാത്ത നിരവധി പേരുടെ കുടുംബങ്ങൾക്ക് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ അവസാനമായി ഒരു നോക്ക് കാണാൻ പോലും കഴിയാത്ത അവസ്ഥയാണുള്ളത്. സംഘർഷം മൂലം ഗാസയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളുടെയും മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനും സംസ്കരിക്കുന്നതിനുമുള്ള പ്രയാസകരമായ സാഹചര്യത്തിന്റെയും നേർചിത്രമാണ് ഈ സംഭവം. വേണ്ടി ഓൺലൈനിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോയിൽ റഷ്യൻ ഡ്രോൺ ഒരു ഉക്രൈനിയൻ തെരുവ് കച്ചവടക്കാരനെ പിന്തുടരുന്നതായി കാണാം. ഇതൊരു ലക്ഷ്യമിട്ടുള്ള ആക്രമണമാണെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. BBC റിപ്പോർട്ട് പ്രകാരം വിദൂര നിയന്ത്രിത ഡ്രോൺ ഒരു സാധാരണ പൗരനെ തെരുവിലൂടെ പിന്തുടരുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത്. ഇത് വ്യാപകമായ പ്രതിഷേധത്തിന് വഴിവെച്ചിട്ടുണ്ട്. ഒരു സാധാരണ പൗരനെ മനഃപൂർവ്വം ലക്ഷ്യമിടുന്നത് അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി ഉക്രൈനിയൻ അധികൃതർ ഈ സംഭവത്തെ ഔദ്യോഗികമായി ഒരു യുദ്ധക്കുറ്റമായി പ്രഖ്യാപിച്ചു. സ്വതന്ത്ര മാധ്യമങ്ങൾ സ്ഥിരീകരിച്ച ഈ വീഡിയോയിൽ ഡ്രോൺ വളരെ താഴ്ന്ന ഉയരത്തിൽ പറന്ന് കച്ചവടക്കാരനെ പിന്തുടരുന്നതും അതിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹം ശ്രമിക്കുന്നതും കാണാം. ഈ സംഭവത്തിൽ റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല എങ്കിലും നഗരപ്രദേശങ്ങളിൽ ഫസ്റ്റ് പേഴ്സൺ വ്യൂ (JAD) ഡ്രോണുകൾ ഉപയോഗിക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഈ സംഭവം കൂടുതൽ രൂക്ഷമാക്കിയിരിക്കുകയാണ്. സൈനിക ലക്ഷ്യങ്ങൾക്ക് പകരം വ്യക്തികൾക്ക് നേരെ ഇത്തരം സാങ്കേതികവിദ്യകൾ പ്രയോഗിക്കുന്നത് സംഘർഷത്തിന്റെ സ്വഭാവത്തിൽ വലിയ മാറ്റമുണ്ടാക്കുന്നുവെന്ന് സൈനിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. അന്താരാഷ്ട്ര നിരീക്ഷകർ തെളിവുകൾ പരിശോധിച്ചുവരികയാണ്. മനുഷ്യാവകാശ സംഘടനകളും നിയമവിദഗ്ധരും നടത്തുന്ന യുദ്ധക്കുറ്റ അന്വേഷണങ്ങളിൽ ഈ വീഡിയോ ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു തെളിവായി മാറിയിരിക്കുകയാണ്. വേണ്ടി റിപ്പോർട്ട് റഷ്യയിലെ ഏറ്റവും വലിയ ഓൺലൈൻ റീറ്റെയിലറായ വൈൽഡ്ബെറീസിന്റെ വിവിധ കേന്ദ്രങ്ങൾക്ക് നേരെ ഉക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ മോസ്കോ മേഖലയിൽ 5 പേർ കൊല്ലപ്പെട്ടു. BBC റിപ്പോർട്ട് പ്രകാരം തലസ്ഥാനത്തിന് പുറമെ സെന്റ് പീറ്റേഴ്സ്ബർഗ്, ട്വെർ എന്നിവിടങ്ങളിലെ പ്രധാന ലോജിസ്റ്റിക് കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടാണ് ആക്രമണം നടന്നത്. റഷ്യയുടെ വാണിജ്യ അടിസ്ഥാന സൗകര്യങ്ങളെയും പ്രത്യേകിച്ച് ഇ-കൊമേഴ്സ് ഭീമന്റെ വിതരണ ശൃംഖലയും ലക്ഷ്യമിട്ടുള്ള ഈ ആക്രമണം സംഘർഷത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതായി വിലയിരുത്തപ്പെടുന്നു. ആക്രമണത്തിൽ വെയർഹൌസുകൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും ആളപായമുണ്ടായതായും പ്രാദേശിക ഭരണകൂടം സ്ഥിരീകരിച്ചു. എന്നാൽ വൈൽഡ്ബെറീസിന്റെ ദേശീയ വിതരണ ശൃംഖലയെ ഈ ആക്രമണം എത്രത്തോളം ബാധിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. റഷ്യയുടെ ഉൾപ്രദേശങ്ങളിലെ വ്യവസായ ലോജിസ്റ്റിക് കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി ഉക്രൈൻ നടത്തുന്ന ദീർഘദൂര ഡ്രോൺ ആക്രമണങ്ങളുടെ ഭാഗമായാണ് ഈ നീക്കം. റഷ്യയുടെ ആഭ്യന്തര വിതരണ ശൃംഖലയെ തകർത്ത് സാമ്പത്തിക സമ്മർദ്ദം ചെലുത്താനാണ് ഈ ആക്രമണങ്ങളിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് സൈനിക നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. ഇന്ന് രാവിലെയും ആക്രമണം നടന്ന സ്ഥലങ്ങളിൽ അഗ്നിശമന സേനയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. ആക്രമണത്തിൽ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്ന നടപടികൾ പുരോഗമിക്കുന്നു. അതേസമയം ഈ ആക്രമണത്തിന് ഉപയോഗിച്ച ആയുധങ്ങളെക്കുറിച്ച് ഉക്രൈനോ റഷ്യൻ പ്രതിരോധ മന്ത്രാലയമോ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. കൂടുതൽ വാർത്തകൾക്കായി ചരിത്രമായി തുടരുക. ഇംഗ്ലീഷ് ചാനൽ കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ബോട്ടിൽ തീപിടിച്ചതിനെ തുടർന്ന് 170-ലധികം കുടിയേറ്റക്കാരെ രക്ഷപ്പെടുത്തി. BBC റിപ്പോർട്ട് പ്രകാരം യുണൈറ്റഡ് കിങ്ഡത്തിലേക്ക് യാത്ര ചെയ്യുന്നതിനിടെയാണ് സംഭവം നടന്നത്. വിവരമറിഞ്ഞ ഉടൻ തന്നെ എമർജൻസി സർവീസുകൾ നടത്തിയ ഏകോപിത രക്ഷാപ്രവർത്തനത്തിലൂടെ ബോട്ടിലുണ്ടായിരുന്ന എല്ലാവരെയും സുരക്ഷിതമായി കരയ്ക്കെത്തിച്ചു. രക്ഷപ്പെടുത്തിയ മുഴുവൻ പേരെയും ഫ്രാൻസിലേക്ക് തിരിച്ചേക്കുമെന്ന് ബ്രിട്ടീഷ് സർക്കാർ സ്ഥിരീകരിച്ചു. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കപ്പൽപാതകളിലൊന്നിലൂടെയുള്ള ഇത്തരം ചെറിയ ബോട്ടുകളിലെ യാത്രകൾ എത്രത്തോളം അപകടകരമാണെന്ന് ഈ സംഭവം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. യാത്രയ്ക്കിടെ ബോട്ടിലുണ്ടായ സാങ്കേതിക തകരാറാണ് തീപിടുത്തത്തിന് കാരണമായതെന്ന് അധികൃതർ വ്യക്തമാക്കി. വലിയൊരു ദുരന്തം ഒഴിവായെങ്കിലും സമുദ്ര സുരക്ഷയെക്കുറിച്ചും അനധികൃത കുടിയേറ്റ പാതകളെക്കുറിച്ചുമുള്ള ചർച്ചകൾക്ക് ഈ സംഭവം വീണ്ടും വഴിവെച്ചിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നിലവിലെ കരാർ പ്രകാരം കുടിയേറ്റക്കാരെ ഫ്രാൻസിലേക്ക് തിരിച്ചേക്കാനുള്ള സർക്കാർ തീരുമാനത്തിന് നിയമസാധുതയുണ്ട്. തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താനുള്ള അന്വേഷണം തുടരുകയാണെന്നും രക്ഷപ്പെട്ടവരുടെ പൗരത്വത്തെക്കുറിച്ചോ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചോ ഉള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ലെന്നും അധികൃതർ അറിയിച്ചു. വേണ്ടി റിപ്പോർട്ട്. ഈ വാർത്താ ബുള്ളറ്റിനിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് നന്ദി. സംഭവങ്ങൾ നടക്കുമ്പോൾ തന്നെ കൃത്യമായ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപേ സത്യസന്ധമായി